പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ജൂൺ മാസം 11 തീയതി ആമേൻ ബുധൻ ചൊവ്വാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കൈകളൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ലേ? എത്ര അനുഗ്രഹമായിട്ടാണ് കഴിഞ്ഞ പകൽക്കാലം നമ്മളെ നടത്തി. എത്ര ശ്രേഷ്ഠമായിട്ടാണ് ആമേൻ. നമ്മുടെ ആവശ്യങ്ങളെല്ലാം കൂടെ ഇരുന്നു. അനർത്ഥങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി, രോഗങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അവോയ്ഡ് ചെയ്തു. കർത്താവ് നമ്മളെ ആവശ്യങ്ങളിലെല്ലാം കരുതി കാത്തുപരിപാലിച്ചു. നല്ല കർത്താവ്. കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിന് കർത്താവിന് സ്തോത്രം പറഞ്ഞേ. കൈകൾ ഉയർത്തി പിടിച്ചിട്ട് പറയാം, കർത്താവെ നന്ദിയോടെ സ്തോത്രം, കർത്താവെ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. രാത്രി നൽകിയ നല്ല ഉറക്കത്തിനായിട്ട് സ്തോത്രം. ദൂതന്മാർ ഞങ്ങളെ കാവൽ ചെയ്തതിനായിട്ട് സ്തോത്രം. രക്തം ഞങ്ങൾക്ക് മറവായിരുന്നതിന് സ്തോത്രം. ആരോഗ്യത്തോടെ ഞങ്ങളെ ഉണർത്തിയ ദൈവത്തിൻ്റെ വിശ്വസ്തതയോർത്ത് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശു ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നതിന്, ആനന്ദത്തോടെ നടത്തുന്നതിന്, ഉല്ലാസത്തോടെ നടത്തുന്നതിന്, അങ്ങനെ സൗരഭ്യവാസനയാക്കി ഞങ്ങളെ തീർക്കുന്നതിന്, ഞങ്ങൾ എവിടെ ചെന്ന് നിന്നാലും അവിടെ കർത്താവിനെ മഹിമപ്പെടുത്തുവാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലം അങ്ങനെ സ്പെഷ്യൽ ഗ്രേസ് ഞങ്ങളുടെ മേലുള്ളതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഇന്നലത്തെ മീറ്റിങ്ങും അങ്ങ് അനുഗ്രഹമാക്കി തീർത്തതിന് സ്തോത്രം 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 സ്തോത്രം. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ നന്ദി പറയുന്നു. ഓ താങ്ക് യു ലോർഡ്. അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. അങ്ങേകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവനാകിയാൽ സ്തോത്രം. സങ്കീർത്തനം 139 14 15 13 14 പറഞ്ഞു, നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അങ്ങനെ മെടഞ്ഞു. അടുത്ത് പറയാം, ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു, അതെ എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ കാത്തുപരിപാലിച്ച ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് നന്ദി. രാത്രി നല്ല ഉറക്കം തന്ന ദൈവത്തിൻ്റെ കൃപയ്ക്ക് സ്തോത്രം. ആരോഗ്യത്തോടെ ഉണർത്തിയ ദൈവകൃപയ്ക്ക് സ്തോത്രം. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നതിന് സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഓരോരുത്തരുടെ മേലും അങ്ങയുടെ സ്പെഷ്യൽ കൃപയുണ്ടാകണമേ. തൻ്റെ കുഞ്ഞുങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ അങ്ങയുടെ പ്രത്യേക കൃപ ഇന്ന് വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തി തൻ്റെ മക്കളുടെ മേൽ വ്യാപരിക്കട്ടെ. എല്ലാവരും ആത്മാവിൽ നിറയട്ടെ. അപ്പോൾ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ സ്റ്റിമുലേറ്റഡ് ആകട്ടെ. എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ അവൻ നിറഞ്ഞ് കവിഞ്ഞൊരു ജീവിതം. പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞതുപോലെ ആത്മാവിൽ നിറയുക. അതേ കർത്താവേ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറയട്ടെ. ചിന്തകൾ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കട്ടെ, വാക്കുകൾ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കട്ടെ. തൻ്റെ കുഞ്ഞുങ്ങളെ സകലത്തിലും ദൈവത്തിൻ്റെ ആത്മാവ് കംപ്ലീറ്റായിട്ട് ഇന്ന് പകൽക്കാലം കൺട്രോൾ ചെയ്യട്ടെ. ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ രോഗത്തിൻ്റെ അവസ്ഥകളും മാറിപ്പോകട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം രോഗികളെ തൊട്ടിരിക്കുന്നതിന് സ്തോത്രം. കർത്താവെ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സൗഖ്യമാക്കുന്ന ശക്തി തൻ്റെ കുഞ്ഞുങ്ങളിലേക്ക് ഇറങ്ങി വരട്ടെ, ഇറങ്ങി വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇറങ്ങി വരട്ടെ, ഇറങ്ങി വരട്ടെ. ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. വാൽവിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോൾ പരിഹരിക്കപ്പെടട്ടെ. ഹൃദയത്തിൻ്റെ മാംസപേശികൾ, മസിലുകൾക്കുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ പരിഹരിക്കപ്പെടട്ടെ. അത്ഭുതകരമായ സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ ഹൃദയത്തിനകത്ത് സംഭവിക്കട്ടെ. അതുപോലെ കർത്താവെ, സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ വിടുവിക്കണം. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരെ വിടുവിക്കണം. തക്ക സമയത്ത് ദൈവിക ഇടപെടൽ അവർക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ കർത്താവെ, എല്ലാ ആവശ്യങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. കർത്താവിന് കഴിയാത്ത കാര്യമൊന്നും ഇല്ലാത്തതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവിൻ്റെ വലിയ മഹിമ വെളിപ്പെടണം. ലോകവ്യാപകമായി കർത്താവിന് വേല ചെയ്യുന്ന അഭിഷക്ത ദാസിദാസന്മാരെ അനുഗ്രഹിക്കണം. അവരുടെ മേൽ വലിയ ദൈവകൃപ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുക. കർത്താവ്, നാളത്തെ മീറ്റിംഗും അനുഗ്രഹമാക്കി തീർക്കണം. ഇന്നലെ അനുഗ്രഹിച്ച കർത്താവിന് സ്തോത്രം. നാളെയും അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കുന്നതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുവദിച്ച നാളെ രാത്രി ഇന്ത്യൻ സമയം
ഇന്ത്യൻ സമയം 9:30 രാത്രി നമുക്ക് സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ടാകും. പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ അതിൽ പങ്കെടുക്കണം. ഇന്ന് നിങ്ങൾ ആ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഈ മീറ്റിങ്ങുകൾ അനുഗ്രഹമായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പ്രചോദനം തന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ ആത്മാവിൽ ബലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ മറ്റുള്ളവരോടും ഈ മീറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സദൃശവാക്യം 23:7 പറയുന്നു, അതിൻ്റെ ആരംഭ ഭാഗത്ത്, അവൻ തൻ്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെ ആകുന്നു. അതായത് ഒരു വ്യക്തി താൻ മനസ്സിൽ എന്ത് ചിന്തിക്കുന്നോ അതാണ് അവനായിത്തീരുന്നത്. നമ്മൾ മനസ്സിൽ ചിന്തിക്കാത്തത് നമുക്ക് ആയിത്തീരുവാൻ കഴിയത്തില്ല. മനസ്സിൽ എന്ത് ചിന്തിക്കുന്നോ നമ്മൾ അവിടെ എത്തിച്ചേരുമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നലത്തെ രാത്രിയിലത്തെ മീറ്റിങ്ങിൽ പങ്കെടുത്തെങ്കിൽ അത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ മനസ്സിലൂടെ എന്താണ് നമ്മളെക്കുറിച്ച് ഓടിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ ഭാവിയെക്കുറിച്ച് ഓടിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ എന്താണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്താണോ അത് ആയിത്തീരും നമ്മൾ. അതുകൊണ്ട് നല്ലത് മാത്രം മനസ്സിൽ കൊണ്ടുവരിക. ചീത്തയായത് മനസ്സിൽ വരുമ്പോൾ അതിനെ 2 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 3 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നു, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കും. അതായത് ദൈവത്തിൻ്റെ വചനം കൊണ്ട് നമ്മൾ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കണം. അതായത് പരാജയത്തെക്കുറിച്ച് മനസ്സിൽ എപ്പോഴും വരിക. പോയ കാല ജീവിതത്തിലുണ്ടായ ബാഡ് എക്സ്പീരിയൻസുകൾ എപ്പോഴും മനസ്സിൽ വന്നുകൊണ്ടിരിക്കുക. എപ്പോഴും മനസ്സിനകത്ത് ഭയം വന്നുകൊണ്ടിരിക്കുക. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ദൈവവചനത്താൽ അതിനെ പിടിച്ചടക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ച്, നിങ്ങളുടെ മനസ്സിൽ തെറ്റായ ഒരു ചിന്ത വരുമ്പോൾ പറയണം, നോ, ഞാനിതിനെക്കുറിച്ച് ചിന്തിക്കത്തില്ല, സ്റ്റോപ്പ്. നമ്മൾ പല പ്രാവശ്യം സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ചിന്തകൾ വരികയില്ല. പക്ഷേ നമ്മൾ അറിയാതെ ഈ ഒരു കാര്യം തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഉദാഹരണം പറഞ്ഞാൽ, എന്തെങ്കിലും ഒരു പരാജയം ജീവിതത്തിൽ വന്നുപോയി. ഈ പരാജയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. അപ്പം പിന്നെയും ചിന്തിക്കുന്നു. അപ്പം നമ്മൾ ബലഹീനരായിക്കൊണ്ടിരിക്കുക. നമ്മൾ മുന്നോട്ടുള്ള പോകാനുള്ള എനർജി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മൾ വിചാരിക്കും ഇനി നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയത്തില്ല എന്ന് വിചാരിക്കും. കാരണം എന്നാ, ഇത് നമ്മളെ ഭരിക്കുവാൻ തുടങ്ങും. അതുകൊണ്ട് ഓർമ്മകളെ സുഖപ്പെടുത്തണം. 1. 2, വേണ്ടാത്ത ചിന്തകൾ നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പറയണം, നോ, ഇത് ചിന്തിക്കാനുള്ളവനല്ല ഞാൻ പുതിയ സൃഷ്ടിയാണ്. ഞാൻ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാണ്. കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നു, 2 കൊരിന്ത്യർ 5-ാം അധ്യായം, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. അപ്പോൾ എപ്പോഴും നമുക്കൊരു ബോധ്യം വേണം, എൻ്റെ പഴയ കാലം കഴിഞ്ഞുപോയി, പരാജയത്തിൻ്റെ കാലങ്ങൾ, ബലഹീനതയുടെ കാലങ്ങളൊക്കെ കഴിഞ്ഞുപോയി. ഞാൻ ക്രിസ്തുവിൽ പുതിയ വ്യക്തിയായി മാറി. ഞാൻ ദൈവത്താൽ ജനിക്കപ്പെട്ടവനായി മാറി. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ. അപ്പം ഞാൻ ആരായി മാറി? ദൈവമകനായി മാറി. എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ജീവനാണ് ഉള്ളത്. ഞാൻ രാജകീയ പുരോഹിത വർഗമാണ്. ഇന്ന് ഞാൻ പിതാവിൻ്റെ വലത്തുഭാഗത്ത് യേശു ഇരിക്കുന്നിടത്തായിരിക്കുന്നത്. ഹല്ലേലൂയ. എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത്. എനിക്ക് പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് തന്നെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നു. പുത്രത്വത്തിൻ്റെ അല്ലെങ്കിൽ അഭിഷേകമാണ് എനിക്ക് തന്നിരിക്കുന്നത്. അപ്പം ഞാൻ ഈ തോൽവിയെക്കുറിച്ചും പരാജയത്തെക്കുറിച്ചും ഭാവി തകർന്നു പോകുന്നതിനെക്കുറിച്ചും ലോകത്തിൽ വല്ലതുമൊക്കെ സംഭവിക്കും, അതുകൊണ്ട് എനിക്ക് ദോഷം വരും, അതിനെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കേണ്ട ആവശ്യമില്ല. യേശു ഈ ഭൂമിയിൽ എങ്ങനായിരുന്നു അതുപോലെ ഞാൻ ഇന്നായിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ഭാവി കർത്താവിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് നല്ലത് ചിന്തിക്കുക. ദൈവവചനത്തിൽ നിങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ചിന്തിക്കുക. ദൈവവചനം നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ നാളുകളെക്കുറിച്ച് എന്ത് പറഞ്ഞിരിക്കുന്നു അത് ചിന്തിക്കുക. പഴയ ഓർമ്മകളെ സുഖപ്പെടുത്തുക. വേണ്ടാത്ത ചിന്ത വരുമ്പോൾ പറയണം, സ്റ്റോപ്പ്, അത് ഇരുന്ന് ചിന്തിക്കരുത്. ഹല്ലേലൂയ. രോഗത്തെക്കുറിച്ച് ഇരുന്ന് ചിന്തിക്കരുത്. ക്രൂശിനെക്കുറിച്ച് ചിന്തിക്കുക. ഹല്ലേലൂയ. യേശു ക്രൂശിൽ യാഗമായതിനെക്കുറിച്ച് ചിന്തിക്കുക. നമ്മൾ വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിച്ച് നമ്മുടെ ജീവിതം നശിപ്പിച്ച് കളയരുത്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ചിന്തകളിൽ യേശുവിൻ്റെ നാമത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകും. നിങ്ങളൊന്ന് ചിന്തിച്ച്, യേശു എന്തായിരിക്കും ഈ ഭൂമിയിൽ വന്നപ്പോൾ ചിന്തിച്ചത്? അത് തന്നെ ചിന്തിക്കാൻ പഠിക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കാത്തത് നിങ്ങൾ ചിന്തിക്കരുത്. പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കാത്തത് നിങ്ങളുടെ മനസ്സിൽ കൂടെ നിങ്ങൾ ഓടിക്കുകയോലും ചെയ്യരുത്. ഒരുവൻ എന്ത് ഹൃദയത്തിൽ ചിന്തിക്കുന്നോ അവൻ അങ്ങനെ ആയിത്തീരും. അതുകൊണ്ട് നമ്മൾ നല്ലത് ചിന്തിക്കുക, നല്ലത് മാത്രം ചിന്തിക്കുക. നല്ലതല്ലാത്ത എന്തു വന്നാലും അതിനെ അന്നേരമേ റിജക്റ്റ് ചെയ്യുക. അത് നമ്മുടെ മനസ്സിലിട്ട് ഓടുവാൻ അനുവദിക്കരുത്. എപ്പോഴും ദൈവവചനത്തിൽ നമ്മളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ നല്ല ഭാവിയെക്കുറിച്ച് മാത്രം
മാത്രം ചിന്തിക്കുക. കർത്താവ് ഈ വചനത്താൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീരപ്രവൃത്തികൾ നടക്കും. നമ്മൾ അത്ഭുതമായി മാറും, നമ്മൾ ഉയർച്ച പ്രാപിക്കും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. നല്ലത് മാത്രം ചിന്തിക്കുക.